വചനം 54 വാക്കർത്ഥം. ഫദർഹും എന്നാൽ അവരെ വിട്ടേക്കുക, ഫി ഗംറതിഹിം അവരുടെ വിഡ്ഢിത്തത്തിൽ, മൂഢതയിൽ, അശ്രദ്ധയിൽ, അന്ധതയിൽ, ഹത്താ ഹീൻ കുറച്ചു കാലം വരെ. ഫദർഹും ഫീ ഗംറതിഹിം ഹത്താ ഹീൻ. നബിയെ, കുറച്ചു കാലം വരെ അവരെ അവരുടെ വിഡ്ഢിത്തത്തിലായി വിട്ടേക്കുക. വചനം 55 വാക്കർത്ഥം. അയഹ്സബൂന അവർ വിചാരിക്കുന്നുണ്ടോ, അന്നമാ നിശ്ചയമായും യാതൊന്ന് ആണെന്ന്, നുമിദ്ദുഹും ബിഹി നാം അവർക്ക് അതുമൂലം സഹായം നൽകുന്നു, അങ്ങനെയുള്ള, മിമ്മാലിൻ ധനമായിട്ടും, വബനീൻ മക്കളായിട്ടും. അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. അവർ വിചാരിക്കുന്നുണ്ടോ, ധനവും മക്കളുമായി നാം അവർക്ക് സഹായം നൽകുന്നത്? വചനം 56 വാക്കർത്ഥം. നുസാരിഉ നാം ബദ്ധപ്പെട്ട് കൊടുക്കുകയാണ് എന്ന്, ലഹും അവർക്ക്, ഫിൽ ഖൈറാത്തി നന്മകളിൽ, നല്ല കാര്യങ്ങളിൽ, ബൽ പക്ഷേ, എന്നാൽ, ലാ യഷ്ഉറൂൻ അവർ ഗ്രഹിക്കുന്നില്ല, അറിയുന്നില്ല. നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യഷ്ഉറൂൻ. നന്മകളുടെ കൂട്ടത്തിൽ അവർക്ക് നാം ബന്ധപ്പെട്ട് നൽകുകയാണെന്ന്, പക്ഷേ അതൊരു പരീക്ഷണം മാത്രമാണെന്ന പരമാർത്ഥം അവർ ഗ്രഹിക്കുന്നില്ല. 54 മുതൽ 56 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നാം അവർക്ക് പല നന്മകളും ചെയ്യുവാൻ തയ്യാറാണ്. തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള സ്വത്തുക്കൾ, മക്കൾ മുതലായവയെല്ലാം അതിലേക്ക് മുൻകൂറായി നേരത്തെ വന്നുകിട്ടിയതാണ്. ഇനിയും വർദ്ധിച്ച നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെയുള്ള ഒരു ഭാവമാണ് അവരിൽ പ്രകടമാകുന്നത്. വാസ്തവം അവർ മനസ്സിലാക്കുന്നില്ല. അതെല്ലാം വെറും പരീക്ഷണങ്ങളാണ്. അവർക്ക് നേരിടുവാനുള്ള യഥാർത്ഥ അനുഭവങ്ങൾ വരുന്ന കാലം ഇതാ അടുത്തായിരിക്കുന്നു. അതുവരെ അവരുടെ അജ്ഞതാന്ധകാരത്തിലും അശ്രദ്ധയിലും അവർ മുഴുകി നടന്നുകൊള്ളട്ടെ. ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം റിവായത്ത് ചെയ്യപ്പെടുന്നു: അല്ലാഹു നിങ്ങൾക്കിടയിൽ ഉപജീവന മാർഗങ്ങൾ വിഹിതിച്ചു തന്നിട്ടുള്ളതുപോലെ നിങ്ങൾക്കിടയിൽ സ്വഭാവങ്ങളും അവൻ വിഹിതിച്ചു തന്നിരിക്കുന്നു. അവൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും അവൻ ദുനിയാവ് അഥവാ ഐഹിക സുഖം കൊടുക്കുന്നു. എന്നാൽ അവൻ ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ ദീൻ അഥവാ മതനിഷ്ഠ കൊടുക്കുന്നതല്ല. അല്ലാഹു ആർക്ക് ദീൻ കൊടുത്തുവോ അവനെ അവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു.